ദെൻ നമ്മൾ അടുത്ത ലെവൽ 1ലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. നമുക്ക് ഏകദേശം 2 മാസത്തോളം നമ്മൾ ഫൈവറിൽ ആക്റ്റീവ് സെല്ലറായിട്ടിരിക്കണം. അതായത് 60 ദിവസം ഇവിടെ പറയുന്നുണ്ട്, 60 ദിവസത്തോളം നമ്മൾ ആക്റ്റീവ് സെല്ലറായിട്ട് ഫൈവറിൽ ഉണ്ടായിരിക്കണം. ദെൻ അറ്റ്ലീസ്റ്റ് 10 ഓർഡേഴ്സ്. ഓക്കെ, ടോട്ടൽ അതായത് ഈ ഒരു 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ന്യൂ സെല്ലറായിരിക്കുന്ന ആ ഒരു സമയം കൂട്ടിയിട്ട് ടോട്ടൽ ഏകദേശം 10 ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത് മാത്രമല്ല, ഞാൻ പറയുന്നുണ്ട്, ഓരോ പോയിന്റായിട്ട് പറയുന്നുണ്ട്, അതെല്ലാം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 1 സെല്ലിലേക്ക് കയറാൻ സാധിക്കും. ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ നമുക്ക് വളരെ വിശ്വസ്തമായി തോന്നാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നതും ഈ ലെവൽ ബാഡ്ജുകൾ നമുക്ക് തരുന്നതിലൂടെ തന്നെയാണ്. കാരണം ഓരോ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്തും ആ ഒരു സെല്ലർ, ഇപ്പോൾ ഉദാഹരണത്തിന് ലെവൽ 1 സെല്ലർ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ടോപ്പ് റേറ്റ് സെല്ലർ ഇരിക്കുന്ന ഒരാൾ, അവർക്ക് ആ ബാഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർ ഏകദേശം എത്ര രൂപയോളം ഏറ്റവും മിനിമം ഫൈവറിൽ നിന്നും അവർ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ലെവൽ 1ൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക്, ഒരു സെല്ലർക്ക് അതായത് ന്യൂ സെല്ലറിൽ നിന്നും ലെവൽ 1 ആവണം എന്നുണ്ടെങ്കിൽ അവർ ചുരുങ്ങിയത് $400 ഏൺ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് $400 അവർ ഏൺ ചെയ്തിരിക്കണം. അതിൻ്റെ മാക്സിമം എത്ര ആവാം, ഓക്കെ, മാക്സിമം എത്ര ആവാം. പക്ഷേ ലെവൽ 1ലേക്ക് ഒരാൾ കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ $400 ഉണ്ടാക്കിയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഫൈവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ലെവൽ 1, ലെവൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലേഴ്സിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ന്യൂ സെല്ലർ അല്ലെങ്കിൽ ലെവൽ 1 എന്ന് പറയുന്ന സെല്ലറെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് $400 ഫൈവറിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഫൈവറിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഉദാഹരണത്തിന് ഈ ഒരു അക്കൗണ്ട് ലെവൽ 1 സെല്ലറാണ്. ഈ ലെവൽ 1 സെല്ലർ എന്നുള്ള ബാഡ്ജ് അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടായിരിക്കും, ഇവർ ഏകദേശം $400 എമൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 രൂപയുടെ അടുത്ത് വരും. 29 അല്ലെങ്കിൽ 28,000 രൂപയുടെ അടുത്ത് വരുന്ന ഒരു എമൗണ്ട് ആണത്. ഏകദേശം 30,000ൻ്റെ അടുത്ത് നമുക്ക് പറയാം. അത്ര ഒരു എമൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ ലെവൽ 1 ബാഡ്ജ് ലഭിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഫൈവറിലേക്ക് വരുന്ന ഒരാൾക്ക്, ഫൈവർ എന്ന് പറയുന്ന സൈറ്റ് ഇപ്പോൾ മറ്റേതെങ്കിലും ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ, നമുക്കറിയാം. ഓൺലൈൻ മണി മേക്കിങ്ങിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 100 150 കണക്കിന് സൈറ്റുകൾ നമുക്ക് കാണുകയായി. അപ്പോൾ ഇത്തരം സൈറ്റുകളിൽ നിന്നൊക്കെ ഫൈവറിനെ വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ ഫൈവറിൻ്റെ വിശ്വാസ്യത നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഒരു ബാഡ്ജാണ് ശരിക്കും ലെവൽ ബാഡ്ജുകൾ എന്ന് പറയുന്നത്. കാരണം ഇത് കാണുന്ന ഇപ്പോൾ ലെവൽ 2ൻ്റെ കേസിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. ലെവൽ 2 ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ ഒരു യൂസർ ലെവൽ 2 സെല്ലർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു നിശ്ചിത എമൗണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫൈവറിൽ നിന്നും ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എത്രയ്ക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലെവൽ 1 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു, $400 നമ്മൾ ഏൺ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ 4.7 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കണം. അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകളിൽ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാഡ്ജ് അപ്ഗ്രേഡ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു ജോലിയിലെ പോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു IT കമ്പനിയിലോ മറ്റോ പോയി ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന, IT എന്ന് മാത്രമല്ല ഏതൊരു ജോലിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊമോഷൻ സ്ഥാനക്കയറ്റം കിട്ടാറുണ്ട്. ഈ പ്രൊമോഷൻ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ ലെവൽ അപ്ഗ്രേഡ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സെല്ലർ അവർക്ക് എപ്പോഴും നെഗറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നത് വിചാരിക്കാം. അവർ ചെയ്തു കൊടുക്കുന്ന വർക്കുകളൊന്നും ക്വാളിറ്റി പോരാ. ഉദാഹരണത്തിന് ലോഗോ ഡിസൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വീഡിയോകൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ലോഗോ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് വെബ്സൈറ്റുകളിലൂടെ ഒക്കെ പോയിട്ട് ജസ്റ്റ് നമ്മളൊരു പേരടിക്കുമ്പോഴേക്കും നമുക്ക് ലോഗോ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വരുന്നു, അത്തരത്തിലുള്ള കണ്ടന്റുകൾ. പക്ഷെ അതൊന്നും ആയിരിക്കില്ല ക്ലയന്റിന് വേണ്ടത് പ്രൊഫഷണൽ വർക്കുകളായിരിക്കും. അപ്പോൾ അത്തരം വർക്കുകൾ ചിലപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. നമ്മൾ അങ്ങനെ ഔട്ട് എടുക്കുന്ന, അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റ് മുഖാന്തരം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം അവസ്ഥയിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നില്ല മാത്രമല്ല, അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനും ചാൻസ് ഉണ്ട്. കമ്പനിക്കെതിരെ ഭാവിയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനും ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ലോഗോ ഡിസൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, കോറൽഡ്രോ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. എപ്പോഴും നിങ്ങൾ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം. ഓക്കെ, അതല്ലാതെ ഞാനൊക്കെ അതാണ് വീഡിയോ ചെയ്യാത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഒരു 100 150 സൈറ്റുകൾ നമുക്ക് കിട്ടും ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലയൻറ്റ് ഒരു 10ൽ 5 അങ്ങനെ പറയാം, പകുതിയോളം ക്ലയൻറ്റും ഹാപ്പി ആയിരിക്കില്ല. അവർ പറയും അവർക്ക് പ്രൊഫഷണൽ വർക്കാണ് വേണ്ടത്, അവർക്ക് യൂണീക്ക് ആയിട്ടുള്ള വേണം. അപ്പോൾ ലോഗോ എന്നൊക്കെ പറയുന്നത് യൂണീക്ക് ആയിരിക്കണം. ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐക്കണോ അല്ലെങ്കിൽ ഒരു ഫോണ്ട് സ്റ്റൈലോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനൊക്കെ ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങളിൽ അധികം പോകുന്നില്ല. നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു സെഷനിൽ വരുന്നതാണ് ശരിക്കും അതെല്ലാം തന്നെ. അപ്പോൾ ഇവിടെ ഒരാളങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കവേ അവർക്ക് ലഭിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവർക്ക് 4.7 സ്റ്റാർ റേറ്റിംഗ് കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ താഴെയായിരിക്കും അവർ സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. ചിലപ്പോൾ 2 1 ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എപ്പോഴും നെഗറ്റീവ് റിവ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ക്വാളിറ്റി നോക്കിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈവർ അവർക്ക് ലെവൽ അപ്ഗ്രേഡ് നൽകുന്നത്.
ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ലെവൽ 1ലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ $400 നമ്മൾ ഏൺ ചെയ്യണം. അതായത് ഏകദേശം 30,000 രൂപയോളം നമ്മൾ ഏൺ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ 4.7 സ്റ്റാർ റേറ്റിംഗ് നമ്മൾ കീപ്പ് ചെയ്യണം. ദെൻ ആവറേജ് റെസ്പോൺസ് ടൈം 90%, എപ്പോഴും 60 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ 90% ആയിരിക്കണം. അത് പറയുന്നത് നമുക്ക് ഒരാൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടൈമിൽ റിപ്ലൈ കൊടുക്കാൻ സാധിക്കണം. ഓക്കെ, ഓൺ ടൈമിൽ തന്നെ നമുക്കത് റിപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്തുണ്ട്, ഇപ്പോൾ നമുക്ക് രാത്രി ആയിരിക്കും മെസ്സേജ് വരുന്നത്, നമ്മൾ കടന്നുറങ്ങിയായിരിക്കും, രാത്രി ആയിരിക്കും മെസ്സേജ് വരുന്നത്, പുലർച്ചെ പിറ്റേന്ന് രാവിലെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഒരു 2 മണിക്കൂറൊക്കെ വൈകി കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ പിറ്റേന്ന് രാവിലെയും ഫൈവർ നോക്കിയില്ല, മീൻസ് ഉറങ്ങി എണീറ്റ ശേഷം നിങ്ങൾ രാവിലെ ഫൈവർ നോക്കിയില്ല, മെസ്സേജ് ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, വൈകിട്ടൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുണ്ടായിരിക്കും, റെഡിലായിരിക്കും പിന്നീട് കാണുന്നത്. അപ്പോൾ അങ്ങനെ റെഡിൽ വരാതെ എപ്പോഴും എന്ത് ചെയ്യുക, 90% മുകളിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഓർഡർ ഫുൾഫിൽമെൻറ്റ് റേറ്റ്, അതായത് നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡെലിവറി ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഡെലിവറി ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഓർഡേഴ്സ് അവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതല്ലാത്ത പക്ഷം ഉദാഹരണത്തിന് 2 ദിവസം നിങ്ങൾ ഡെലിവറി ടൈം കൊടുത്തിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമാണ് നിങ്ങളത് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു റേറ്റിനെ ബാധിക്കും. അത് 90%-ൻ്റെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഓൺ ടൈമിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഇത് എപ്പോഴും നമുക്ക് ടോപ്പിലേക്ക് 100ൻ്റെ അടുത്തേക്ക് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ പങ്ക്ച്വാലിറ്റി. ഓക്കെ, അതാണ് പറയുന്നത്. ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓർഡറിനെ വെച്ചിട്ടല്ല, ഒരു ബൾക്ക് ഓഫ് ഓർഡേഴ്സിന് വെച്ചിട്ടാണ് ഒരു ചെക്ക് ചെയ്യുന്നത്, ഫൈവർ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് 1-2 ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു, പക്ഷേ എങ്കിൽ കൂടി അടുത്ത വന്നിട്ടുള്ള ഒരു 10-15 ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി പങ്ക്ച്വലായിട്ട് തന്നെ കൊടുത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും 90% അല്ലെങ്കിൽ 100%ൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈ റേറ്റ് ഉയർന്നു വരും. ദെൻ അടുത്ത് പറയുന്ന ഒരു കേസാണ് ഡോണ്ട് റിസീവ് വാർണിംഗ് ഫോർ 30 days. ഓക്കെ, ഈ വാർണിങ്ങിനെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാർണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫൈവറിൽ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ചാറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന പോലെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈവറിന് എന്താ വേണ്ടത്, ഫൈവറിൻ്റെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഫൈവറിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലയൻറ്റൊക്കെ തന്നെ എപ്പോഴും ഫൈവറിലൂടെ തന്നെ ഓർഡേഴ്സ് ലഭിക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ക്ലയൻറ്റിനോട് പറയുകയാണ്, ഫൈവറിലൂടെ നിങ്ങൾ എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ഫൈവർ പിടിക്കുന്നുണ്ട്, 20% കട്ടിങ് ഫൈവർ പിടിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് നേരിട്ട് വർക്ക് തരൂ എന്നൊക്കെ നമ്മൾ ആ ക്ലയൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഫൈവറിൻ്റെ പോളിസീസ് തെറ്റിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഫൈവർ എന്ത് ചെയ്യും, നമുക്കൊരു വാർണിംഗ് തരും. അപ്പോൾ അത്തരത്തിലുള്ള വാർണിങ്ങുകളൊന്നും നമുക്ക് 30 ഡേയ്സിൽ ലഭിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് $400 നമ്മൾ ഏൺ ചെയ്തു, 4.7 സ്റ്റാർ റേറ്റിംഗ് നമുക്കുണ്ട്, ദെൻ ബാക്കി എല്ലാ റേറ്റുകളും നമുക്ക് 90%ൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക്, അതുപോലെ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് വാർണിംഗ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 1ലേക്ക് കയറാൻ സാധിക്കും. ലെവൽ 1ൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. 7 ഗിഗിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 10 ഗിഗ് വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ലെവൽ 1ലേക്ക് എത്തുന്ന സമയത്ത്. ന്യൂ സെല്ലറായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന ഗിഗിൻ്റെ എണ്ണം 7 ആണ്. അതുപോലെ നമ്മൾ ലെവൽ 1ലേക്ക് എത്തുന്ന സമയത്ത്, ലെവൽ 1 സെല്ലർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 ആക്റ്റീവ് ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം പിന്നെ മറ്റേതിൻ്റെ പോലെ തന്നെയാണ്, അതായത് ന്യൂ ലെവലിൽ വരുന്നത് പോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാസ് ആഡ് ചെയ്യാം. എക്സ്ട്രാസ് എമൗണ്ടിൻ്റെ കേസും സെയിം തന്നെയാണ്. അതുപോലെ കസ്റ്റം ഓഫേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഏകദേശം $20,000 വെച്ചിട്ട് വരെ നമുക്ക് കസ്റ്റം ഓഫർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതും 14 ഡേയ്സ് തന്നെയാണ്. അതായത് നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.